കോഴിക്കോട് കോടഞ്ചേരിയിൽ ഗർഭിണിയെ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളലേൽപ്പിച്ച കേസിൽ പങ്കാളി അറസ്റ്റിൽ. പെരുവില്ലി ചൂരപ്പാറ ഷാഹിദ് റഹ്മാനെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംശയത്തിന്റെ പേരിലാണ് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു. പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, നടക്കുന്ന വാർത്തയും ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. വലിയൊരു ക്രൂരകൃത്യമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ പോലീസ് എന്ത് പറയുന്നു? എന്താണ് സംഭവിച്ചത്? ജിൽസി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഈ കൊടും ക്രൂരത പുറത്തേക്ക് വരുന്നത്. അതായത് 4 ദിവസത്തോളം ഈ യുവതിയെ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായ മർദ്ദനത്തിനും പീഡനങ്ങൾക്കും ഈ പങ്കാളിയായ യുവാവ് ഇരയാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ഈ പങ്കാളി പുറത്തുപോയ സമയത്താണ് ഈ വീട്ടിൽ നിന്ന് യുവതി രക്ഷപ്പെടുന്നത്. തുടർന്ന് സമീപവാസികളുടെ അയൽവാസികളുടെ സഹായത്തോടെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടുന്നത്. തുടർന്ന് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തോളമായി ഒരുമിച്ച് താമസിക്കുന്നവരാണ് യുവതിയും ഈ പങ്കാളിയും. ഷാഹിദ് റഹ്മാൻ കോടഞ്ചേരി സ്വദേശിയാണ്. അയാളുടെ ഷാഹിദ് റഹ്മാൻ എന്നയാളോടൊപ്പം കഴിഞ്ഞ 1 വർഷമായി യുവതി ഒന്നിച്ച് താമസിക്കുകയാണ്. മാതാവും ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ച മുമ്പ് യുവാവിന്റെ മാതാവിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. മാതാവ് ഇപ്പോൾ സഹോദരിയോടൊപ്പമാണ് താമസിക്കുന്നതെന്നുമാണ് യുവതി പറയുന്നത്. 4 ദിവസം, അതായത് 20-ാം തീയതി മുതൽ യുവതിയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പലതവണ മർദ്ദിച്ചു. അതായത് കൈകൊണ്ടും ഒപ്പം തന്നെ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചും മർദ്ദിച്ചു. കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. ഒപ്പം തന്നെയാണ് ഈ ഇലക്ട്രിക് അയൺ ബോക്സ് ചൂടാക്കി അത് ശരീരത്തിൽ ഉടനീളം ദേഹമാസകലം പൊള്ളലേൽപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിനോട് യുവതി വെളിപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത്, യുവാവിന് ഈ ഷാഹിദ് റഹ്മാന് യുവതിയെ സംശയമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കൊടും ക്രൂരതകൾ ഈ യുവതിയോട് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരാളുമായി ബന്ധമുണ്ട്, മറ്റൊരു ഫോൺ ഉപയോഗിച്ച് യുവതി അയാളുമായി സംസാരിക്കുന്നുണ്ട് എന്നതടക്കം ആരോപിച്ചാണ് ഈ ഷാഹിദ് റഹ്മാൻ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തത് എന്നുമാണ് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ പ്രകാരം BNS-ലെ 109 സെക്ഷൻ 1 അടക്കം, അതായത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കോടഞ്ചേരി പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ ഷാഹിദ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യുവതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ അറസ്റ്റിലായ ഷാഹിദ് റഹ്മാനെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. ജിൽസി, ശരി, ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്. സൈഫു, നമ്മുടെ നിയമം അത് കണ്ണിന് പകരം കണ്ണെന്നുള്ളതല്ല. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ വേദന ഈ പ്രതികൾ കൂടെ അനുഭവിക്കണം എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. വലിയ ക്രൂരതയുടെ നടുക്കുന്ന വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്.